സ്തോത്രം. ക്രിസ്തുയേശുവിൽ പ്രിയരായ നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൻ്റെ പവിത്രനാമത്തിൽ എൻ്റെ സ്നേഹമാണ്. ഇന്നത്തെ വചനം എൻ്റെ ഒരു ഹെഡിങ് പറഞ്ഞാൽ, സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായാലും സന്തോഷം നിറയുന്ന ഒരു വിശ്വാസം, അതാണ് നമ്മളെ ഇന്നത്തെ വചനത്തിലൂടെ മുന്നോട്ട് വഴി നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഉപവാസം പ്രാർത്ഥനയുടെ മധ്യേ ധ്യാനത്തിനായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വേദഭാഗം പറയേണ്ട കാര്യമില്ല. ഹബക്കുക്ക് 3:17-18 വാക്യങ്ങളാണ്. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ആ ബുക്ക് സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുവചന സത്യം ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധ റൂഹായുടെ ശക്തി ഞങ്ങളിന്മേൽ അങ്ങ് പകർന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേൾക്കുന്നതും ഞങ്ങൾ ഉൾക്കൊള്ളുന്നതും അത് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാൻ, അങ്ങയ്ക്ക് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ, ഞങ്ങൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അതിനെ അതിജീവിച്ച് സന്തോഷപ്രദമായിട്ട് ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. തന്നിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെയിരിക്കുന്നതിനാൽ സ്തോത്രം. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ അങ്ങയ്ക്ക് മഹത്വം, സ്തോത്രം കരയറ്റുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ടാകാം. എല്ലാം ശരിയെന്ന് തോന്നിയിരുന്നത് പെട്ടെന്ന് തകർന്നു പോകുന്ന സമയമുണ്ട്. പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി ലഭിക്കാത്തതുപോലെ തോന്നുന്ന സമയമുണ്ട്. വിശ്വാസം പോലും പലപ്പോഴും പതറിപ്പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഹബക്കുക്കിനും കടന്നു പോകേണ്ടി വന്നതായിട്ട് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നു. ഹബക്കുക്കിൻ്റെ ആ 3 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നീതിമാനായ ഒരു ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഹബക്കുക്കിൻ്റെ ഹൃദയത്തിൽ നിന്നും ചില ചോദ്യങ്ങൾ ഉരുവായതായി നാം കാണും. ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി, ഒരു പ്രവാചകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളങ്ങളിലും ചില സംശയങ്ങൾ, ചില ചോദ്യങ്ങൾ ഉളവായി. ആ കാലഘട്ടങ്ങളെ കണ്ടിട്ട് നാം ഇന്ന് നമ്മുടെ കാലഘട്ടങ്ങളെ കാണുമ്പോൾ നമ്മളും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹബക്കുക്ക് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അങ്ങ് എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? ദുഷ്ടൻ ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? നീതിമാന്മാർ എന്തുകൊണ്ട് വേദനിക്കുന്നു? ആരും ചോദിച്ചു പോകും. അവസ്ഥ അങ്ങനാണ്. ഇന്നത്തെ അവസ്ഥയും അതുപോലെയാണ്. സാഹചര്യങ്ങളൊക്കെ അങ്ങനാണ്. നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലും അനേകായിരം ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. നാമും ദൈവത്തോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളും ഇപ്രകാരം തന്നെ ആയിരിക്കും. മറ്റ് വ്യത്യസ്തമായ ചോദ്യങ്ങളും ചോദിക്കാം. എനിക്കൊരു ജോലി കിട്ടാത്തതെന്ത്? എനിക്കിങ്ങനെയാകാത്തതെന്ത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ഉചിതമോ അനുചിതമോ ആകാം. ചോദ്യങ്ങൾ ചിലർ പറയും, ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട, അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി. എന്നാൽ നാം നമ്മുടെ സംശയങ്ങൾ ദൈവസന്നിധിയിൽ പകരുന്നതിന് മടി കാണിക്കരുത്. ദൈവസന്നിധിയിൽ പകരുന്നതിന് മടി കാണിക്കരുത്. നമ്മുടെ ആത്മീയമായ സംശയങ്ങൾ മനസ്സിൽ തന്നെ കരുതിയാൽ മാനസികമായ സമ്മർദ്ദത്തിൽ തുടരുവാനിടയാവും. നമ്മൾ അറിയേണ്ട സത്യത്തെ നാം അറിഞ്ഞിരിക്കണം. തുടർന്ന് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുവാനിടയാകും. നമ്മൾ അഥവാ സംശയം നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ നമ്മളത് പതുക്കെ അവിശ്വാസത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരാനുണ്ട്. അതുകൊണ്ട് നാം സംശയങ്ങളെ ദൂരീകരിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ സംശയങ്ങളെ ആയതിനാൽ ദൈവസന്നിധിയിൽ ചോദിക്കുവാൻ തിരുവചനത്തിലേക്ക് തിരിയണം. നാം മനുഷ്യരിലേക്കല്ല തിരിയേണ്ടത്. നമ്മുടെ ചോദ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് തിരിയണം. എന്തുകൊണ്ടെന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16 പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവേൻ,
അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 34:16 പറയുകയാണ്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല. ഈ ഒരു വാക്യം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ്. ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലേക്കാണ്. അവിടെ എനിക്ക് ആൻസർ കിട്ടാറുണ്ട്. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം. കർത്താവിനോട് ഞാൻ ചോദിച്ചു, 33 വർഷക്കാലം മാത്രമേ അവിടുന്ന് ഇവിടുന്ന് ഉണ്ടായിരുന്നുള്ളൂ. മോശ 120 വർഷക്കാലം ഇവിടെ ഇരുന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളൊക്കെ. പക്ഷെ അങ്ങെന്താണ് ഇങ്ങനെ ആയെന്ന് ഞാൻ പ്രാർത്ഥനയോട് വളരെ ആശയോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം എന്താണ്? നീ സദൃശവാക്യം 8-ാം അധ്യായം 22 മുതൽ 31 വരെ വായിച്ചു നോക്കുക. അവിടെ എന്നെപ്പറ്റി പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഞാനെടുത്ത് വായിച്ചു. ഞാനത് മുഴുവൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ലാസ്റ്റ് എഴുതിയ വാക്കാണ് എന്നെ വളരെ അതിശയിപ്പിച്ചത്. ആദ്യം പറയുന്നുണ്ട്, ആദിയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തിയുടെ ആദ്യമായി എന്നെ ഉളവാക്കിയെന്ന് തുടങ്ങി അത് പറഞ്ഞു തീർക്കുന്ന എന്താണ് പറയുന്നത്? ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടപെടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് എൻ്റെ മനുഷ്യപുത്രന്മാർ അവിടെ പ്രമോദമായിരുന്നു. ദിനം പ്രതി അവൻ്റെ പ്രമോദമായിരുന്നു. അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ആര് ഈ ലോകത്ത് കഴിയും? അത്രമാത്രം സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്കാണ് നാം എത്തിച്ചേരാൻ പോകുന്നതെന്ന് തിരുവചനത്തിലൂടെ എന്നെ ദൈവം മനസ്സിലാക്കി. അതാണ് 33 വർഷമല്ല, ആരായാലും ഓടിപ്പോവും അപ്പൻ്റെ അടുത്തേക്ക്. ഓർക്കുക. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ 8:17 വായിക്കണം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്താണ്? എന്നെ, വചനത്തെ ജാഗ്രതയോടെ അന്വേഷിച്ച് നോക്കുക, നിനക്കുത്തരം കിട്ടും. ഡെഫിനറ്റ്ലി. അതാണ് സദൃശവാക്യം 8:17 പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവവചനത്തെ നീ സ്നേഹിച്ചാൽ അത് നിന്നെ സ്നേഹിക്കും. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. അതാണ് വാസ്തവികത. എൻ്റെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം എൻ്റെ ദൈവം വചനത്തിലൂടെ എനിക്ക് നൽകി. അതൊക്കെയും സത്യമായി തന്നെ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുന്നത്. ദൈവത്തിൻ്റെ മറുപടി നാം ശ്രദ്ധ വെച്ച് കേൾക്കേണ്ടത് അനിവാര്യമാണ്. മോശ ദൈവം കൽപ്പിച്ച നിയോഗം ത്യജിക്കുന്നവനായിട്ടല്ല. പിന്നെയോ മോശ ദൈവത്തോടെ തൻ്റെ സംശയം ചോദിച്ചതായും അതിന് ദൈവം നൽകിയ മറുപടിയും നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 4:10-11 ഒന്ന് വായിച്ചു നോക്കി. Moses said to the Lord, "Pardon your servant, Lord. I have never been eloquent, neither in the past nor since you have spoken to your servant. I am slow of speech and tongue." The Lord said to him, "Who gave human beings their mouths? Who makes them deaf or mute? Who gives them sight or makes them blind? Is it not I, the Lord?" ഇത് തന്നെ വാക്സാമർഥ്യമില്ല, കഴിവില്ല, ബലഹീനത. എന്നെ നിയോഗിച്ചെങ്കിൽ ആ നിയോഗത്തിന് തക്കവണ്ണം എൻ്റെ ജീവിതം ശരിയല്ലല്ലോ കർത്താവേ, ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിന്നെ സൃഷ്ടിച്ചവനായ ഞാനെങ്കിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം ഓരോരുത്തരെയും സൃഷ്ടിച്ച ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നാം എന്തിനു ഭയപ്പെടണം? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം അത് ചെയ്യുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണ്. അവിടെ നമ്മളെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ കഴിവല്ല, പ്രാപ്തിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ഞാൻ തിരുവചനം നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ഉള്ളങ്ങളിൽ കടന്നു വരുന്നത് എൻ്റെ കഴിവോ പ്രാപ്തിയോ എന്നിലുള്ള ശക്തിയോ ബലവോ ഒന്നുമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കും. കർത്താവെ, അടിയൻ തിരുവചനവുമായി നിൽക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ അടിയനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. എന്നിൽ നിന്ന് പുറപ്പെടുന്ന വചനം അങ്ങയുടെ വചനമാണ് കർത്താവെ. അത് കേൾക്കുന്നവർ അത് എൻ്റെ ജീവിതത്തിലൊക്കെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. അത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. തിരുവചനം നാം ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനം 4:7 ദാവീദിൻ്റെ സന്തോഷവും ഹബക്കൂക്ക് 3:18 സന്തോഷവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുള്ളതായി നമുക്ക് കാണാം. പല സ്ഥലങ്ങളിൽ നമുക്ക് തിരുവചനത്തിൽ കാണാം ഇപ്രകാരമുള്ള വചനങ്ങൾ. അങ്ങനെയുള്ള ആഴമുള്ള ബന്ധമാണ് അത്. എന്തെന്ന് നമുക്ക് നോക്കാം. എന്നാൽ അവയുടെ ഉറവിടം രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവം, ഹബക്കൂക്കിൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവം. ഇത് രണ്ടേയും ഉറവിടം വ്യത്യസ്തമാണെങ്കിലും
അതിൻ്റെ ഒരു അന്തർസത്ത, അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഒന്ന് തന്നെയാണ്. ദാവീദിൻ്റെ സന്തോഷത്തെപ്പറ്റി നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. 4:7 ദാവീദ് പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നിന്നിരിക്കുന്നു. നീ എന്ന് വെച്ചാൽ ദൈവമേ, നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദൈവം തരുന്ന വലിയ സന്തോഷമാണ്. ദൈവത്തെ അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രാപിക്കുന്ന സന്തോഷമാണ്. ഇവിടെ ദാവീദിൻ്റെ സന്തോഷം ഭൗതികമായ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ആശ്രയിച്ചായിരുന്നില്ല, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ദൈവം നമ്മോട് കൂടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നാം ഏകരല്ല. നമ്മുടെ ജീവിതത്തിൽ എന്നോട് ചേർന്നിട്ട് ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനിൽ ഉണ്ടെങ്കിൽ ആ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോഴാണ് ഉണ്ടാകുന്ന അവാച്യമായ സന്തോഷമുണ്ട്, ആ ഒരു വിശ്വാസമുണ്ട്, ഒരു ബലമുണ്ട്. ചുറ്റുമുള്ളവർ ഭൗതിക നേട്ടങ്ങളിൽ സന്തോഷിക്കുമ്പോൾ ആ ധാന്യം വീഞ്ഞുമുള്ള മറ്റുള്ളവർക്കുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തെക്കാൾ അധികം സന്തോഷം എനിക്കുണ്ടെന്ന് ദാവീദ് പറയുമ്പോൾ, ചുറ്റുമുള്ളവർ ഭൗതിക നേട്ടങ്ങളിൽ സന്തോഷിക്കുമ്പോൾ ദാവീദ് ദൈവവുമായുള്ള തൻ്റെ ബന്ധത്തിൽ അഗാധമായ സമാധാനവും സന്തോഷവും കണ്ടെത്തുകയായിരുന്നു. നമ്മുടെ ജീവിതം നോക്കുക, അയൽക്കാരൊക്കെയും ധനവാന്മാരും വളരെ വലിയ വിധത്തിലൊക്കെ ജീവിക്കുമ്പോൾ അത് കണ്ടിട്ട് അയ്യോ എനിക്കൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിജീവിതമുണ്ട്. അതല്ല നോക്കേണ്ടത്. എനിക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷം അത് വ്യത്യസ്തമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന സന്തോഷമല്ല എനിക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷം. എനിക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷം എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, സർവശക്തൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ വലിയ സന്തോഷം. എന്നെ യാതൊന്നും, ഈ ലോകത്തിൻ്റെ യാതൊന്നും എന്നെ ഹനിക്കത്തില്ല, എൻ്റെ ദൈവം എനിക്ക് തുണയായിട്ടുണ്ട് എന്ന് ഉള്ള സന്തോഷം. അതാണ് അവിടെ ദാവീദും ആ സന്തോഷമാണ് കണ്ടെത്തിയത്. എങ്കിൽ ഹബക്കൂക്ക് പറഞ്ഞതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകിയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചുപോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എന്ന് പറയും. ഇവിടെ ഹബക്കൂക്കിൻ്റെ സന്തോഷം പ്രതികൂല സാഹചര്യങ്ങളിലും ദുരന്തങ്ങളിലും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെയും ആശ്രയത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ അടുത്തിടെ ഞാൻ ഒരു പ്രയർ ഗ്രൂപ്പിൽ ചെന്നപ്പോൾ പറഞ്ഞു, അച്ചായ ഒരുതം പറഞ്ഞു, അച്ചായ എൻ്റെ ഭാര്യയൊക്കെ ഭയങ്കര വിഷമിച്ചു പോയി, പേടിച്ചു പോയി. ഞാൻ എന്താ കാരണം? അച്ചാ യുദ്ധം വന്നപ്പോൾ ഉണ്ടല്ലോ ഇതിലെയൊക്കെ ഡ്രോൺ കടന്നു പോയി എന്ന് കേട്ടപ്പം അവൾ വെപ്രാളപ്പെട്ട് വേദനപ്പെട്ട് വലിയ വിഷമത്തിലായി തീർന്നപ്പോൾ അച്ചായ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഒരു വിഷമവും തോന്നിയില്ല. കാര്യം ദൈവം അറിയാതെ നമ്മുടെ അടുത്തേക്ക് ഒരു ശക്തിയും അടുത്ത് വരില്ല. എന്തൊരു അചഞ്ചലപ്പെടും. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടായാലും താൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്നും അവിടുത്തെ രക്ഷയിൽ സന്തോഷിക്കുമെന്നുമാണ് ഹബക്കൂക്ക് പ്രഖ്യാപിച്ചത്. ഇതിന് രണ്ട് ഭാഗങ്ങളിലെ സന്തോഷവും തമ്മിലുള്ള പ്രധാന ബന്ധം, ദാവീദിൻ്റെ സന്തോഷത്തിൻ്റെ കാരണവും ഹബക്കൂക്കിനുള്ള സന്തോഷത്തിനും തമ്മിലുള്ള പ്രധാന ബന്ധം, അവ രണ്ടും ഭൗതിക സാഹചര്യങ്ങൾക്കപ്പുറമുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്നതാണ്. എനിക്കെല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല എന്ന് പറയുന്ന ഒരു ജീവിത സാഹചര്യം ഉള്ള വ്യക്തികൾ നമ്മൾ പലപ്പോഴും പറയും അവർക്ക് എന്തിൻ്റെ കുറവാണ്, എല്ലാം അവർക്കുണ്ട്, ഒന്നും അവർക്ക് കുറവില്ല, അവർ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്. എൻ്റെ സാഹചര്യമല്ല, എൻ്റെ കയ്യിലെ ധനമില്ല, സാഹചര്യം ശരിയല്ല എന്നൊക്കെ പലപ്പോഴും നാം ചിന്തിക്കും. പക്ഷേ അത് സത്യമല്ല. കാര്യം, ഞാൻ ഫുജേറയിലായിരുന്നപ്പോൾ എൻ്റെ കൂടെ സന്തോഷം എന്ന് പറഞ്ഞൊരു പയ്യന്, ചെങ്ങന്നൂക്കാരനാണ്. അവൻ നാട്ടിൽ പോകുമ്പോൾ അവൻ ഡ്രൈവർ, ഒരു സാധാരണ ചെറിയ പിക്കപ്പ് ഡ്രൈവർ, എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ നാട്ടിൽ പോവുകയാണ്, 2001 കാര്യമാണ്, ഞാനൊരു മൊബൈൽ മേടിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരനുണ്ട്, ഒരു കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ ബാല്യം മുതൽ ഒന്നിച്ച് വളർന്നതാണ്. അവനും ചെങ്ങന്നൂരാണ്. അച്ഛാ അവൻ വലിയ സാഹചര്യത്തിലാണ്, അവന് ധനമുണ്ട്, 2-3 ലോറിയുണ്ട്, കോൺട്രാക്ടറാണ്, വലിയ വീടുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ഈ മൊബൈൽ മേടിച്ചു. അവൻ്റെ 1 മാസത്തെ ശമ്പളം കൊടുത്താണ് ആ മൊബൈൽ മേടിച്ചത്. അവൻ ആ മൊബൈലുമായിട്ട് ചെങ്ങന്നൂരിൽ പോയി. അത് കഴിഞ്ഞ് അവധി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സന്തോഷ് വളരെ വിഷമമുള്ളവനായിട്ട് ഞാൻ കണ്ടു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇരുന്നപ്പോൾ മോനെ എപ്പോൾ വന്നു കഴിച്ചാൽ ഇന്നലെ വന്നു. നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? അച്ഛാ ഞാൻ അന്ന് കൊണ്ടുപോയ മൊബൈലില്ലയോ, അത് വ്യർത്ഥമായി തീർന്നു. ഞാൻ വെച്ചു എന്താ കുഞ്ഞേ? ഞാൻ ആ സന്തോഷിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ അവനത്
എടുത്തിട്ട് ആ മേശപ്പുറത്ത് തന്നെ ഇട്ടു. എന്നോടൊരു നന്ദിയോ ഒന്നും പറഞ്ഞില്ല ചായ. എനിക്ക് വലിയ വിഷമമായി. പക്ഷേ ഞാൻ പോരുന്നതിന് തലേ ദിവസം എൻ്റെ ആ അവധി മുഴുവൻ എനിക്ക് വിഷമമായിരുന്നു. അവനെ അത് അത്ര സ്വീകരിച്ചില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. പോരുന്നതിന് തലേ ദിവസം മറ്റേ സന്തോഷിൻ്റെ അടുത്ത് ഈ പിക്കപ്പ് ട്രോയിലെ സന്തോഷം പോയി ചെന്ന് പറഞ്ഞു, എടാ സന്തോഷേ, ഞാൻ വളരെ ആശിച്ചാണ് നിനക്കൊരു മൊബൈൽ മേടിച്ചുകൊണ്ടുവന്ന്. ഈ കാലഘട്ടം ആ സമയത്തൊന്നും മൊബൈലൊന്നും അത്ര പ്രാചാരമില്ല. നിനക്ക് ഞാൻ മേടിച്ചുകൊണ്ട് നിനക്കൊരു സന്തോഷമില്ലായിരുന്നല്ലോടാ, നീ എന്താണ് അത് സ്വീകരിക്കാഞ്ഞത് എന്ന് ചോദിച്ചു. പറഞ്ഞു, എടാ എൻ്റെ അടുത്ത് വേറെ 2 മൊബൈൽ കിടക്കുന്നു, ഇതുകൂടെ എന്തിനാ എനിക്ക്, ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു, ഒരു കാര്യം നീ ചെയ്യേ, എൻ്റെ ഒരു സന്തോഷത്തിന് നീ എന്നോട് പറ, നിനക്കെന്താണ് വേണ്ടത്? നിനക്കെല്ലാം ഉണ്ട്, എനിക്കറിയാം, ഒന്നിനും നിനക്ക് കുറവില്ല. നിനക്കെന്താണ് വേണ്ടത് അത് ഞാൻ മേടിച്ചുകൊണ്ട് വരും. ഇനി എത്ര പൈസ ആയാലും ശരി, എനിക്കൊരു സന്തോഷത്തിന്. അന്നേരം ആ സന്തോഷ് പറഞ്ഞൊരു വാക്ക് അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സന്തോഷേ, നിനക്കൊരു കാര്യം എനിക്ക് മേടിച്ചുകൊണ്ട് തരാൻ പറ്റുമോ ഇവിടെ നിന്ന്, ദുബൈയിൽ നിന്ന്? അത് ചോദിച്ചു, എന്താണ്? ഒരൊറ്റ സമാധാനം എനിക്ക് കൊണ്ടുതരാമോ? ഒരൊറ്റ സമാധാനം നീ എനിക്ക് കൊണ്ടുതരാമോ? എനിക്ക് വേറൊന്നിൻ്റെ ആവശ്യമില്ല, പണത്തിൻ്റെ ആവശ്യമില്ല, വീടിൻ്റെ ആവശ്യമില്ല, യാതൊന്നിൻ്റെയും ആവശ്യമില്ല. എനിക്ക് വേണ്ട സമാധാനമാണ്. അന്നേരം ഈ സന്തോഷനോട് പറഞ്ഞത്, അച്ഛാ നോക്ക്, നമുക്ക് എത്ര സന്തോഷമാണ്, ഒന്നുമില്ലായ്മയിലും ദൈവത്തെ അവൻ ദിവസം വൈകിട്ട് പാടി ആരാധിക്കുന്നത് എനിക്ക് കേൾക്കാം. അവൻ്റെ അടുത്ത റൂമിലാണ്. എത്ര സന്തോഷത്തിൽ നമ്മൾ കരയുന്നു. ഒന്നിനും അച്ഛാ ഒന്നുമില്ലെങ്കിൽ എന്തിനാച്ചാ, ആണ്ടച്ചാ എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ല. ഇതാണ് പലരുടെയും ചിന്താഗതി. അവർക്കുണ്ട്, എനിക്കില്ല. ഈ ചിന്തകൾ വിട്ട് മാറുക. അനേകരെ എല്ലാം ഉണ്ടെങ്കിലും അവർക്കില്ലാത്ത ഒന്നുണ്ട്, സമാധാനം. നമ്മൾക്കോ ആ സമാധാനമുണ്ട്, ആ സന്തോഷമുണ്ട്. ദാവീദിൻ്റെ സന്തോഷം ചുറ്റുമുള്ളവരുടെ ഭൗതിക സമൃദ്ധിയുടെ സന്തോഷത്തെക്കാൾ വലുതായി ദൈവത്തിൽ നിന്നുള്ള ആന്തരിക സമാധാനത്തെയും സംതൃപ്തിയെയും സൂചിപ്പിക്കുകയാണ്. ഹബക്കുക്കിൻ്റെ സന്തോഷം ഭൗതികമായ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ അവിടുത്തെ രക്ഷാശക്തിയിൽ ആനന്ദിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. ഇരുവർക്കും യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവമാണ്. അവരുടെ സന്തോഷത്തിൻ്റെ ഉറവിടം ദൈവമായതുകൊണ്ടാണ് ഈ സമാനത. അതാണ് ഈ 2 കാര്യങ്ങളും തമ്മിലുള്ള ബന്ധം. രണ്ടിടത്തും നോക്കുന്നത് എന്തെല്ലാം ഭൗതികമായത് നഷ്ടപ്പെട്ടാലും ഉണ്ടായിരുന്നാലും അതിനൊക്കെ അപ്പുറമായിട്ട് ദൈവത്തോടുകൂടെയുള്ള ആ സംബന്ധം, ആ സന്തോഷം, ആ ഉറവിടം, അതാണ്. അത് സമാനതകൾ, അതിൻ്റെയാണ് സമാനത. അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ജീവജലത്തിൻ്റെ നദി ഒഴുകുന്നത് പോലെ ദൈവത്തോട് സ്നേഹത്തോടെ ഇടപെടുന്നത് നമ്മുടെ അന്തരങ്ങളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും. അതാണ് തിരുവചനം വായിക്കുമ്പോൾ നമ്മൾക്ക് വലിയ ആശ്വാസം കിട്ടുന്നത്. വേദനപ്പെടുന്ന അനുഭവത്തിൽ, കഷ്ടതയുടെ നടുവിൽ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് തിരുവചനം എടുത്തുനിന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവാച്യമായ ഒരു അനുഭൂതിയുണ്ട്, ഒരു ആനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു സാന്ത്വനമുണ്ട്. അതാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അതിനായി നാം ദൈവത്തെങ്കിലേക്ക് തിരിയുക. ഭൗതികമായ നന്മകൾക്കപ്പുറം ദൈവവുമായുള്ള ബന്ധമാണ് ആഴത്തിലുള്ളതും ശാശ്വതമായ സന്തോഷം നൽകുന്നത്. ഓർക്കുക, ഭൗതികമായ നന്മകൾക്കപ്പുറം ദൈവവുമായുള്ള ബന്ധമാണ് ആഴത്തിലുള്ളതും ശാശ്വതമായ സന്തോഷം നൽകുന്നത്. സാഹചര്യങ്ങൾ എങ്ങനെ ആയിരുന്നാലും ദൈവത്തിലാണ് ഇവരുടെ പ്രത്യാശ. ദാവീദിൻ്റെയും ഹബക്കുക്കിൻ്റെയും പ്രത്യാശ നമ്മുടെയും പ്രത്യാശ ആയിരിക്കണം. ദാവീദിൻ്റെയും ഹബക്കുക്കിൻ്റെയും കാലഘട്ടങ്ങളെപ്പറ്റി നമ്മൾ നോക്കിയാൽ ദാവീദിൻ്റെയും ഹബക്കുക്കിൻ്റെയും കാലഘട്ടങ്ങൾ തമ്മിൽ ഏതാണ്ട് 400 വർഷത്തോളം വ്യത്യാസമുണ്ടെന്ന് ഓർക്കണം. 400 വർഷം. ദാവീദിൻ്റെ കാലഘട്ടം, ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് ഏകദേശം BC 1010 മുതൽ 970 ഇടയിലാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഇസ്രയേലിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. രാജ്യത്തിന് കെട്ടുറപ്പും സൈനിക ശക്തിയും ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്താണ് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയിൽ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷെ ഹബക്കുക്കിൻ്റെ അവസ്ഥ, പ്രവാചകനായ ഹബക്കുക്ക് ജീവിച്ചിരുന്നത് ഏകദേശം BC 640 609 ഇടയിലാണ്. യഹൂദ രാജ്യത്തിൻ്റെ തകർച്ചയുടെയും വരാനിരിക്കുന്ന ബാബിലോണ്യ അധിനിവേശത്തിൻ്റെയും വക്കിലായിരുന്നു അത്. യഹൂദയുടെ പാപങ്ങളും വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളും ഹബക്കുക്ക് ദർശിക്കുകയാണ്. അതിനാൽ ദാവീദ് ഭരിച്ചിരുന്ന കാലഘട്ടമായ BC 10-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും
BC 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും ഹബക്കുക്ക് പ്രവചിച്ച BC 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ദാവീദിൻ്റെ കാലം താരതമ്യേന സമാധാനപരവും സമൃദ്ധവുമായിരുന്നെങ്കിൽ ഹബക്കുക്കിൻ്റെ കാലം വലിയ കഷ്ടപ്പാടുകളും ദേശവ്യാപകമായ ദുരന്തങ്ങളും ആസന്നമായ സമയമായിരുന്നു. ഈ സമയങ്ങളെപ്പോലെ യുദ്ധവും യുദ്ധക്കെടുതികളും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ എല്ലാ സമൃദ്ധിയുണ്ടൊരു വശത്ത്. പക്ഷേ ആ സമൃദ്ധിക്ക് ഇടയിലും വലിയ കഷ്ടതയും പ്രയാസവും ഭയവും ഉളവാക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടേത്. എന്നിട്ടും അവിടെ ആ കാലഘട്ടത്തിൽ ഇരുവരും ദൈവത്തിൽ സന്തോഷത്തിലേക്ക് വഴി കണ്ടെത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമാണ്. നാം ഈ അവസ്ഥയിൽ ആ ദൈവത്തിൽ സന്തോഷത്തിലേക്കുള്ള വഴി നമ്മൾ കണ്ടെത്തുന്നുണ്ടോ? നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മളും ആകുല ചിന്തയിൽപ്പെട്ട് കഴിയുകയാണോ എന്ന് ചിന്തിക്കുക. ഹബക്കുക്ക് ഒരു പ്രവാചകനായിരുന്നെങ്കിലും ഹബക്കുക്ക് തൻ്റെ സംശയങ്ങളെ ദൂരീകരിക്കുവാനായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചോദ്യം ചോദിച്ചു. ഹബക്കുക്കിൻ്റെ പുസ്തകം 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാം. ആദ്യത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ സംശയമാണ് അവിടെ. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ ഹബക്കുക്ക് അന്നത്തെ സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് ദൈവത്തോടെ തൻ്റെ സംശയങ്ങൾ തിരുമുമ്പിൽ പ്രകടിപ്പിക്കുന്നതായി കാണാം. ഹബക്കുക്ക് ആ സമയത്ത് അസ്വസ്ഥനായി. അദ്ദേഹം ചോദിക്കുന്നു, നീതി കാണുന്നില്ല, ദൈവം മൗനം പാലിക്കുന്നത് പോലെ തോന്നുന്നു. ഇതാണ് ആദ്യത്തെ അധ്യായത്തിൽ അവിടെ പ്രകടമായി നാം കാണുന്നത്. അവിടെ നീതി കാണുന്നില്ല അദ്ദേഹത്തിന്. ആ കാലഘട്ടത്തിൽ ദൈവം ഈ അനീതിയൊക്കെ നടക്കുമ്പോഴും മൗനമായിരിക്കുന്നു. എന്താണ് കാരണം? ഇതാണ് അവിടുത്തെ ചോദ്യം. പക്ഷേ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ മറുപടി ഹബക്കുക്കിന് കിട്ടുകയാണ്. ദുഷ്ടൻ്റെ വരാൻ പോകുന്ന അവസ്ഥയെ ദൈവം വിവരിക്കുന്നു. കൂടാതെ ദൈവം പറയുകയാണ്, നീതിമാനോ വിശ്വാസത്തിൽ ജീവിച്ചിരിക്കും. കഷ്ടതയും പ്രയാസവും ഒക്കെ ഞെരുക്കവും ഒക്കെ ഉണ്ടാകും നീതിമാന്റെ ജീവിതത്തിലും, വ്യത്യസ്തനല്ല. പക്ഷേ അവിടെയൊക്കെയും അവൻ്റെ വിശ്വാസം, അവൻ ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധത്താൽ അവന് ജീവനുള്ളവനായിരിക്കും എന്നുള്ളതാണ്. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുമെന്ന യാഥാർത്ഥ്യത്തെ വെളിവാക്കി കൊടുക്കുകയാണ് 2-ന്റെ 4-ാം വാക്യത്തിൽ. 3-ാമത്തെ അധ്യായം പറയുന്നത് സ്തുതിയാണ്. ഈ സംസാരം കഴിഞ്ഞ് അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞ് ഹബക്കുക്ക് ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു തിരിച്ചറിവ്, ദൈവത്തിൻ്റെ മഹത്വത്തെയും കരുണയെയും വെളിപ്പെടുത്തുന്നു. അതാണ് 3-ാമത്തെ അധ്യായത്തിലെ ഒരു തിരിച്ചറിവുണ്ടായി. ദൈവത്തിൻ്റെ മഹത്വം, കരുണ അത് വെളിപ്പെടുന്നതായിട്ട് ഹബക്കുക്കിന് മനസ്സിലായി. അതെല്ലാറ്റിനേക്കാളും വിലപ്പെട്ടതായിട്ട് കാണുവാൻ സാധ്യമായി തീർന്നു ഹബക്കുക്കിന്. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ആ മഹത്വം. ഒരു വ്യതിയാനത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾക്ക് ഹബക്കുക്കിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്. അവിടെ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ട് ചോദ്യം ചോദിക്കുന്ന വ്യക്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ മറുപടി കിട്ടി കഴിഞ്ഞപ്പോൾ ഹബക്കുക്കിന് ഒന്ന് മനസ്സിലായി, ദൈവത്തിൻ്റെ സമയം മനുഷ്യൻ്റെ സമയമല്ല. ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ഓർക്കേണ്ടതാണ്, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ സമയം മനുഷ്യൻ്റെ സമയമല്ല. നാം ചിന്തിക്കുന്നത് പോലോ നാം ആഗ്രഹിക്കുന്നത് പോലോ എല്ലാ കാര്യങ്ങളുടെയും സാധ്യതയല്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അത് കാട്ടിത്തരുന്ന ഒരു ദൈവമാണ്. ദൈവം മോശയെ ഒരുക്കി അങ്ങനെയാണ്. മോശ ആടിനെ മേയ്ക്കാൻ പോയിടത്തുനിന്ന് പിടിച്ചെടുത്ത് മിസ്രൈമിലേക്ക് വിട്ടത് ഓർക്കുക. അത് ദൈവത്തിൻ്റെ പദ്ധതികൾ പണ്ട് ഉണ്ടായിരുന്നതാണ്. ആ പദ്ധതിയാണ്. അതിനനുസരിച്ച് മനുഷ്യൻ നീങ്ങുകയാണ് ആവശ്യം. ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. യഥാർത്ഥത്തിൽ ഹബക്കുക്ക് ദൈവത്തോട് തുറന്ന് സംസാരിച്ചു. ഹബക്കുക്ക് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയങ്ങളെ ദൈവസന്നിധിയിൽ ചോദിക്കുന്നു. ഹബക്കുക്ക് ഉത്തരത്തിനായി മറ്റാരിലേക്കും തിരിഞ്ഞില്ല. ഓർക്കുക, ഞാൻ ആദ്യമേ പറഞ്ഞു, മറ്റാരിലേക്കും നിന്റെ ചോദ്യങ്ങൾ തിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തെങ്കിലേക്ക് നിന്റെ ചോദ്യം തിരിക്കുക. അത് തിരുവചനത്തിലുണ്ട്. നീ അതിൽ തിരഞ്ഞാൽ അതിൻ്റെ ഉത്തരം നിനക്ക് കണ്ടെത്തുവാൻ സാധിക്കും. തൻ്റെ സംശയങ്ങളെ ദൂരീകരിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാവൂവെന്ന് ഹബക്കുക്കിന് അറിയാമായിരുന്നു. കാരണം ഹബക്കുക്ക് ദൈവത്തെ വിട്ടുമാറിയില്ല. അന്നത്തെ സാഹചര്യങ്ങളിൽ ഹബക്കുക്ക് വേറെ ആരിലേക്കും പോയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തോട് ചോദ്യം ചോദിക്കുകയാണ്. സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവം, സർവ്വത്തെയും മെനഞ്ഞ ദൈവം, സർവ്വത്തെയും പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തിന് സർവ്വതും അറിയാം. ഇത് വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിലും. ചോദ്യം ചോദിക്കുന്നത് വിശ്വാസത്തിൻ്റെ വിരുദ്ധമല്ല. നമ്മൾ നാണിക്കേണ്ട, അയ്യോ ഇത് വിശ്വാസത്തിനെതിരാണ്, അങ്ങനല്ല. വിശ്വാസത്തിൻ്റെ വിരുദ്ധമല്ല, അത് വിശ്വാസത്തിൻ്റെ ഒരു ഘട്ടമാണ്, ഒരു കാര്യമാണ്. എൻ്റെ ഉള്ളങ്ങളിൽ സംശയമുണ്ടായാൽ അത് ചോദിച്ച് അത്
അതിൻ്റെ നിവൃത്തി ഉത്തരം പ്രാപിക്കേണ്ടത് അനിവാര്യമാണ്. കാര്യം എൻ്റെ സംശയങ്ങളെ ദൂരീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ശരിയായ ദിശയിലേക്ക് ചലിക്കുവാൻ സാധിക്കൂ. പലപ്പോഴും നമ്മൾക്കും ഹബക്കൂക്കിനെ പോലെ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ നിലനിൽക്കുകയും വിശ്വാസികളായവർക്ക് പലപ്പോഴും കഷ്ടതയുടെ അനുഭവം ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ചോദ്യം തലമുറകളായി ചോദിക്കാറുണ്ട്. ദാവീദിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ആസാഫ് ഈ ചോദ്യം ആവർത്തിച്ചതായിട്ട് നമുക്ക് കാണാം. സങ്കീർത്തനം 73 വാക്യം 12 തൻ്റെ ചിന്തയിൽ ഒരു കാര്യം ആസാഫിന് മനസ്സിലായി. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. ആ 73-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഇങ്ങനെയാകും ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവർ അങ്ങനെയാണ്, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിക്കുക. അത് ആസാഫിൻ്റെ ഒരു ചിന്ത. പക്ഷേ ദുഷ്ടൻ്റെ യഥാർത്ഥ താൽക്കാലിക സ്ഥിതിയും അവരുടെ അന്തം എന്നതാണ് എന്നതും വെളിവാക്കി കാണിക്കുന്നു വാക്യങ്ങൾ 18 തൊട്ട് 20 വരെ. അതൊന്ന് വായിച്ചു നോക്കിയേ. 73-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്ക്. എങ്ങനെയാണ് ദുഷ്ടൻ്റെ അവസ്ഥ? നാം കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. അത് കാട്ടിക്കൊടുത്തുന്നത് ആസാഫിന് കാട്ടിക്കൊടുത്തത് അങ്ങനെയാണ്. 73-ന്റെ 18 തൊട്ട് 20 എന്ന് വായിച്ചു ഒരാൾ. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞുപോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവെ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇതാണ് വരാൻ പോകുന്നത്. ഇന്ന് അവരിങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിച്ച് വലിയ ആർഭാടത്തിൽ കഴിയുമ്പോൾ നാം ചിലപ്പോൾ നുറുങ്ങിപ്പോ, അയ്യോ അവനെല്ലാം ഉണ്ട്, എനിക്കൊന്നുമില്ലല്ലോ. പക്ഷേ ഓർക്കുക, നീ കാണാത്തത് ദൈവം അവിടെ ഒരുക്കിയിരിക്കുക. പറയാണ്, നീ ഹല്ലേലൂയ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. അവൻ്റെ രണ്ടാം വരവിൽ അവരുടെയൊക്കെ സ്ഥിതി എന്താകുമെന്നും ചിന്തിച്ചു നോക്ക്. നമ്മളോ ഇന്ന് കണ്ണുനീരുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. എങ്കിലും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു നിത്യസന്തോഷമുണ്ട്. ഈ സന്തോഷം ഇന്നുമുണ്ട്. ആ സന്തോഷം അത് വർദ്ധിച്ചു വരും. ആയതിനാൽ വാക്യങ്ങൾ 73-ാം സങ്കീർത്തനത്തിൻ്റെ 23 തൊട്ട് 22 ഭാഗത്ത് സങ്കീർത്തനക്കാരൻ തന്നെ വിശ്വാസത്തിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്ന മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ആസാഫ് തൻ്റെ വിശ്വാസത്തിൻ്റെ അതിൻ്റെ വിജയത്തിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായി. എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കെ പിടിച്ചു. എന്നിട്ട് ആസാഫ് പറയാണ്, എന്നിട്ടും ഞാൻ നിൻ്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കെ പിടിച്ചിരിക്കുന്നു. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പ്രയാസങ്ങളും ക്ലേശങ്ങളുടെ നടുവിലൂടെ ഉള്ള ഇന്നത്തെ യാത്രയിൽ കർത്താവ് എൻ്റെ കരങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം നിൻ്റെ ഉള്ളങ്ങൾ വേണം. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നീ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്തേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകും. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കും. എൻ്റെ സങ്കേതം എൻ്റെ ദൈവമത്രേ. രക്ഷ വരുന്നത് എങ്ങനെയെന്ന് യോന പറയുകയുണ്ടായി. യഹോവയാണ് രക്ഷ തരുന്നതെന്ന് വായിച്ചു യോനയുടെ അവസ്ഥ എത്രയായിരുന്നു? വളരെ വലിയ പ്രയാസത്തിലൂടെ ആയിരുന്നു. അന്ധകാരത്തിൻ്റെ അകത്ത് നിന്നാണ് യോന നിലവിളിക്കുന്നത്. ആ നിലവിളിയിൽ മനസ്സിലായി, എന്നെ രക്ഷിക്കുവാൻ വേറെ ആർക്കും സാധിക്കുകയില്ല, രക്ഷകനായ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഹല്ലേലൂയ യോന ഇവിടെ പ്രാർത്ഥിച്ച് പറയുകയാണ്. ദൈവസന്നിധിയിലേക്ക് നിലവിളിക്കുകയാണ്. നാം ഇന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് യഹോവയായ കർത്താവിനെ നമ്മുടെ സങ്കേതമായി കരുതണം. ആയതിനാൽ നമ്മുടെ ജീവിതത്തിലെ ബഹുവിധ ദൈനംദിന പ്രശ്നങ്ങളോട് കൂടെ നമ്മുടെ ഏറ്റവും വലിയ നന്മ എന്താണ്? നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്താണ്? അത് ദൈവത്തോടുള്ള നമ്മുടെ അടുത്ത സംസർഗമാണ്. നമ്മളിൽ അഥവാ നന്മയുണ്ടെങ്കിൽ അത് ദൈവത്തോടുള്ള നമ്മുടെ അടുത്ത സംസർഗമാണ്. സങ്കീർത്തനം 73:28 പറയുന്നു, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദുഷ്ടന്മാരും സ്വാർത്ഥരും ദുർമോഹികളുമായ വ്യക്തികൾ
എത്ര തന്നെ ഭൗതിക അഭിവൃദ്ധി പ്രാപിക്കട്ടെ, അവയെ നാം ഉൾക്കൊള്ളാതെ നമ്മുടെ നിത്യപ്രത്യാശയും സ്വർഗീയ നിക്ഷേപവും ദൈവത്തിലുള്ള നമ്മുടെ നിത്യജീവനും മാറ്റമില്ലാതെ നമ്മൾക്കുണ്ട് എന്ന് സന്തോഷിക്കുക. അതെ, നമ്മുടെ നിത്യപ്രത്യാശ, നമ്മുടെ സ്വർഗീയ നിക്ഷേപം, നിന്റെ നിക്ഷേപം എവിടെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്? ഭൂമിയിലായിരിക്കണം എന്നാണ് പറഞ്ഞത്, സ്വർഗത്തിലായിരിക്കണം. ആ നിക്ഷേപവും ദൈവത്തിലുള്ള നമ്മുടെ നിത്യജീവൻ, ദൈവത്താൽ നമുക്ക് പ്രാപിച്ചിരിക്കുന്ന ആ നിത്യജീവനും അത് മാറ്റമില്ലാതെ നമ്മൾക്കുണ്ട്. അതുകൊണ്ട് നാം സന്തോഷിക്കണം. ഇതൊന്നും നമ്മളിൽ നിന്ന് മാറ്റാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മളെ കൊന്നാലും നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചാലും ശരി, ഇത് മാറ്റമില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ. കാര്യം ആ ദൈവീയ സന്തോഷം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ സന്തോഷത്തിൽ നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കും. കാരണം ദൈവവചനത്താലും ആത്മാവിനാലും ദൈവം നമ്മെ അനുദിനം വഴി നടത്തുന്നുണ്ട്. ഈ തിരുവചനം നമുക്ക് തന്നിരിക്കുന്നു. അതാണ് നമ്മുടെ ആത്മീയ ആഹാരം, നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്നതാണ്. ആ ആത്മാവിൽ, ദൈവവചനത്താലും ആത്മാവിനാലും ദൈവം നമ്മെ അനുദിനം വഴി നടത്തുന്നു, തൻ്റെ ശക്തിയിൽ നിലനിർത്തുന്നു. നമ്മൾ ശക്തിഹീനരാണെങ്കിലും നമ്മളെ ബലപ്പെടുത്തുന്നത് ആ ദൈവമാണ്. പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. പിന്നീട് നമ്മെ സ്വർഗീയ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഇവിടെ നമ്മളെ വളരെ പ്രയാസത്തിലും ക്ലേശത്തിലുമാണെങ്കിലും നമ്മളെ ഒരു സ്വർഗീയ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുമെന്ന് തിരുവചനം പറയുകയാണ്. സങ്കീർത്തനം 73:23-24 പറയുന്നുണ്ട്, നീ എന്നെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥയാണ് നമ്മുടെ. നീ എന്നെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇത് നമ്മുടെ പ്രത്യാശയായിരിക്കണം. നമ്മളെ ഇന്ന് കൈ പിടിച്ച് നടത്തുന്ന ഒരു ദൈവം, നമുക്ക് ആലോചന പറഞ്ഞു തന്ന് നമ്മളെ നേർവഴിയിൽ നടത്തുന്ന ഒരു ദൈവം നമ്മളെ ആ നിത്യ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആ മഹത്വത്തിലേക്ക് ചേർത്ത് കൊള്ളുവാൻ ഒരു ദിവസം വരും. നമ്മളെ ചേർത്ത് കൊള്ളും. ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണ്. വളരെ കഷ്ടതയുടെ നടുവിലൂടെ പോയ ഒരു അപ്പോസ്തലനാണ്. വളരെ ക്ലേശങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ മരണത്തെ പോലും പ്രാപിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഫിലിപ്പിയ ലേഖനം 1:21 അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒരു വിശ്വാസിയുടെ യഥാർത്ഥ അഭിലാഷം പൂർണ്ണതയാ നിത്യജീവൻ്റെ പ്രത്യാശയായിരിക്കണം. നമ്മുടെ അഭിലാഷം എന്തായിരിക്കണം? പൂർണ്ണതയാ നിത്യജീവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശയായിരിക്കണം. പലരും മരണത്തെ ഭയപ്പെടുന്നു. എന്നാൽ ഒരു ദൈവവിശ്വാസി ദൈവസന്നിധിയിൽ കൂടുതൽ തൽപരതയോടുകൂടി നോക്കിപ്പാർക്കുന്നു. മരണം അവനൊരു പ്രശ്നമല്ല. ഈ ശരീരം ത്യജിക്കുന്ന ഒരു പ്രശ്നമല്ല. കാര്യം അവൻ്റെ ഉള്ളങ്ങളിൽ വിശ്വാസമുണ്ട്. അവൻ അറിയുന്നു, ഇന്ന് ഞാൻ ഈ ശരീരം വിട്ടാൽ നാളെ എൻ്റെ ദൈവത്തോടു കൂടെ ആയിരിക്കുമെന്നത്. അല്ല, ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പാനായിട്ട് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ആയതിനാൽ നാം ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പാനായിട്ട് തിരുവചനം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. സങ്കീർത്തനം 27:8 പറയുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പീൻ, നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു, യഹോവയെ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കും. അതിനാൽ ദാവീദ് പറഞ്ഞു, സങ്കീർത്തനം 26:8 പറഞ്ഞു, യഹോവേ നിൻ്റെ ആലയമായ വാസസ്ഥലവും നിൻ്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകും. അതാണ് ദാവീദ് അങ്ങനെ പറയാൻ കാരണം. യഹോവേ നിൻ്റെ ആലയമായ വാസസ്ഥലവും നിൻ്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. അതായിരുന്നു അവരുടെയൊക്കെ പ്രത്യാശ. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതായി കരുതിയതും അതുതന്നെയാണ്. അവരുടെ ആ നിത്യപ്രത്യാശയാണ്. പൂർവ്വപിതാക്കന്മാർ അങ്ങനെയുള്ള പ്രത്യാശയോട് ജീവിച്ചു എന്ന് എബ്രായലേഖനം 11-ാം നമ്മൾ വായിക്കുന്നുണ്ട്. പലരുടെയും വ്യത്യസ്തമായ ആ ജീവിതത്തെ അവിടെ വരച്ചു കാട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധിയിലും സാന്നിധ്യത്തിലും ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വിശുദ്ധിയിലും സാന്നിധ്യത്തിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെല്ലാം പരിശോധനകൾ വന്നാലും ദൈവം അവരെ കൈവിടുകയില്ല എന്ന ഉത്തമ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 27:10 പറയുന്നത്, ആരെല്ലാം എന്നെ കൈവിട്ടാലും എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ആരെല്ലാം നിന്നെ കൈവിട്ടോട്ടെ, ഭാര്യ, ഭർത്താവ്, മക്കള്, ആരല്ല. അനേക കുഞ്ഞുങ്ങൾ അമ്മയപ്പന്മാരെ അനാഥാലയത്തിലും അവിടെ ഇവിടെയും കൊണ്ട് കളയുന്നു, വഴി കൊണ്ട് കളയുന്നുണ്ട്. അവരൊക്കെ കൈവിട്ടാലും നിന്നെ കൈവിടാത്തവനായിട്ട്, നിന്നെ ഉപേക്ഷിക്കാത്ത ഒരുവനായിട്ട് യഹോവ ഉണ്ട്, നിന്നെ ചേർത്തുകൊള്ളും. ഇതാണ് നമ്മൾക്കുള്ള വലിയ ഉറപ്പ്. ഈ ഉറപ്പ് നമ്മുടെ ഉള്ളങ്ങളിൽ, ഇത് ഉത്തമമായ ഉറപ്പ് നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് നിരാശയ്ക്ക് കാരണമില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, ആ ഒരു ഉറപ്പുള്ളവർക്ക്
ദൈവത്തിൻ്റെ നന്മ അവർക്കായി ഒരുക്കിയിരിക്കുകയാണ്. ദൈവം അത് മുൻകണ്ട് ഒരുക്കിയിട്ടുണ്ട്. സങ്കീർത്തനം 27:13-14 വായിക്കുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അതാണ് ദൈവവചനം പറയുന്നത്. നിന്റെ പ്രത്യാശ നശിക്കുകയില്ല. നീ പ്രത്യാശ വയ്ക്കുക, നീ ധൈര്യമുള്ളവനായിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കണം, ഉറച്ച തീരുമാനമുള്ളവരായിരിക്കണം. അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, മറ്റൊന്നിലുമല്ല. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹബക്കൂക്ക് പറയുന്നത്, വാക്യം 17 പറയുന്നു, അത്തിവൃക്ഷം പൂക്കാതിരുന്നാലും മുന്തിരിവള്ളികളിൽ ഫലമുണ്ടാകാതിരുന്നാലും ഒലിവ് വിളവ് നഷ്ടപ്പെട്ടാലും വയലുകൾ ഭക്ഷണം തരാതിരുന്നാലും ആട്ടിൻകൂട്ടം ഇല്ലാതായാലും കാളകൾ ഇല്ലാതായാലും. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ചയാണ്. ആ കാലഘട്ടത്തിൽ സമ്പൂർണ്ണമായ ഒരു സാമ്പത്തിക തകർച്ച അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായി. അത്തിവൃക്ഷം എന്നത് ആഹാരത്തെ കാണിക്കുന്നു. അത്തിവൃക്ഷം എന്നത് ആഹാരത്തെ കാണിക്കുന്നു. മുന്തിരിവള്ളി സന്തോഷത്തെ കാണിക്കുന്നു. ഒലിവ് സമ്പത്തിനെ കാണിക്കുന്നു. കന്നുകാലി ജീവിത സുരക്ഷയെ കാണിക്കുന്നു. എന്നാൽ ഇതൊക്കെയും, ഈ ആഹാരം, സന്തോഷം, സമ്പത്ത്, ജീവിത സുരക്ഷ, ഇവയെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ് ആ കാലഘട്ടത്തിൽ ഹബക്കൂക്ക് കാണുന്നത്. എന്നാൽ വാക്യം 18 പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. ഇവിടെ എന്തെല്ലാം നഷ്ടമായാലും ഒന്നുമില്ലാതായാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എന്ന് പറയുവാൻ തക്കവണ്ണം ഹബക്കൂക്ക് തയ്യാറായെങ്കിൽ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഒരു പാത്രമായിരുന്നു ഹബക്കൂക്കെന്ന് നമുക്ക് മനസ്സിലാകാം. ഇവിടെയെങ്കിലും എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഇതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. നമ്മളിൽ ആ എങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക. എങ്കിലും ഞാൻ എന്തെല്ലാം കഷ്ടത ഉണ്ടായാലും, ഏതെല്ലാം രോഗാവസ്ഥ ഉണ്ടായാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എനിക്കൊന്നുമില്ല എങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും. ഇതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. അങ്ങനെ ഉറപ്പ് ഉള്ള തീരുമാനം, അതാണ് വിശ്വാസം. തീരുമാനം, ഉറച്ച തീരുമാനം. സാഹചര്യം പറയുന്നു എല്ലാം പോയി, പക്ഷേ വിശ്വാസം പറയുന്നത് എന്താണ്? ദൈവം ഇപ്പോഴും ഉണ്ടല്ലോ. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടാലും എന്നെ ഉരുവാക്കിയ ദൈവം, ഞാൻ ഒന്നുമില്ലായ്മയിലൂടെ കടന്നു വന്നു, ഒന്നുമില്ലാതെ ഞാൻ കടന്നു പോകുമെന്ന് യോബ് പറഞ്ഞപ്പോൾ ഇതാണ് അർത്ഥമാക്കിയത്. ഞാനിവിടെ നേടുന്നതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകും, ഞാനൊന്നും കൊണ്ടുപോകുകയില്ല, ഞാൻ എങ്ങനെ വന്നു അപ്രകാരം തന്നെ തിരിച്ചു പോകും. എങ്കിൽ ഈ ചെറിയ കാലഘട്ടത്തിൽ എനിക്കുള്ളതെല്ലാം മറ്റൊന്നല്ല, എനിക്കുള്ളത് യഹോവ മാത്രം, എൻ്റെ ദൈവം മാത്രം. എൻ്റെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ യഹോവ എനിക്ക് മതിയായവൻ, എൻ്റെ രക്ഷകൻ എന്ന് പറയുവാൻ തക്കവണ്ണം നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കണം. ഒരു തീരുമാനം. ആ തീരുമാനമാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം, ഉറച്ച തീരുമാനം. ഞാൻ അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയില്ല എന്ന്. 19 വാക്യം പറയുന്ന, യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികൾ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഇവിടെ 3 സത്യങ്ങൾ ഹബക്കൂക്കിന് മനസ്സിലായി. ദൈവമാണ് എൻ്റെ ബലം. രണ്ടാമത്, ദൈവം എൻ്റെ നിലപാട്, എൻ്റെ അവസ്ഥയെ മാറ്റുന്നു. എൻ്റെ നിലപാട്, എൻ്റെ ചിന്താഗതികളെ മാറ്റുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംശയാലുവായിരുന്നു. എൻ്റെ സംശയങ്ങളെ മാറ്റി, എന്നെ ദൃഢപ്പെടുത്തി, എന്നെ ശക്തിപ്പെടുത്തി. ഞാൻ ബലഹീനരായിരുന്നു, ഞാൻ എൻ്റെ ബലഹീനതകളെ അകറ്റി ആത്മാവിൻ്റെ ശക്തി എൻ്റെ ഉള്ളങ്ങൾ പകർന്നു വന്നു. രണ്ടാമതായിട്ടത് പറഞ്ഞു. മൂന്നാമത്, ദൈവം എന്നെ ഉയരങ്ങളിൽ നിർത്തുന്നു. പിന്നെ എന്നെ അവൻ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന അനുഭവത്തിലേക്ക് എന്നെ നയിക്കുമെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസം അവിടെ ഹബക്കൂക്കിൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു. അത് ഹബക്കൂക്കിന് മനസ്സിലായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും അത്തിവൃക്ഷം പൂക്കാത്ത കാലങ്ങളുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ ജോലി നമുക്ക് നഷ്ടപ്പെടാം, ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അത് സകലരിലുമുണ്ട്. ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ വലുതാണ്, ചെറുതും വലുതുമായിട്ട്. എത്രയോ വട്ടം രോഗാവസ്ഥയിൽ വന്ന് കിടക്കയിലായിട്ട് വീണ്ടും അവിടുന്ന് എഴുന്നേറ്റു. തീർന്നു പോകുമെന്ന് വിചാരിച്ചെടുത്ത് നിന്ന് എഴുന്നേറ്റ് നിർത്തി. 89 ഞാൻ എൻ്റെ ജീവിതം പോയതാണ്. 1989 ഡയബറ്റീസായിട്ട് അഡ്മിറ്റായപ്പോൾ RDR ഹോസ്പിറ്റലിലെ 2ാം വാർഡിലെ 2ാം ബെഡിൽ ഞാൻ കിടന്നത്. ആ വാർഡിലെ 2ാം ബെഡിൽ തലേ രാത്രിയിൽ ഒരാൾ കിടന്ന് മരിച്ചതാണ്. ആ 2ാം ബെഡെന്ന് പറയുന്നത് മരണക്കിടക്കെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, വാർഡിലെ 2ാം നമ്പർ. പക്ഷേ ഞാൻ ആ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അതേ ബെഡിൽ എന്നെ കിടത്തിയപ്പോൾ അവിടെ ഇരുന്ന ഡോക്ടർ പറഞ്ഞു,
ഇവിടുന്ന് ഇറങ്ങി വരുമെന്ന് സംശയമാണ് എന്നാ പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ണടച്ചു കിടന്നു. ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് തൊട്ട് ഈ ബെഡിൽ വരുന്ന ആരും മരണത്തിലേക്കല്ല രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല രണ്ടാം ബെഡ് ഞാൻ അവിടുന്ന് വിടുന്നിടം വരെ അവിടെ ആ ബെഡിൽ ആരെങ്കിലും കിടന്ന് മരിച്ചതായിട്ട്. ഞാൻ പറഞ്ഞെന്താണ്, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ, കഷ്ടതകൾ വന്നാൽ, ഞെരുക്കങ്ങൾ വരാം, ഈ അവസരങ്ങളൊക്കെയും കൈവിടാതെ ഒരുവനുണ്ട്. നമ്മളെ താങ്ങി നടത്തുന്ന ഒരുവനുണ്ട്, നമ്മളിലേക്ക് നോക്കുന്ന ഒരുവനുണ്ട്. നമ്മളുടെ ആശ്രയം അവനാണെങ്കിൽ ഹല്ലേലൂയ, നമ്മളെ കൈവിടയില്ല. നമുക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചത് അത് നടത്തി തരും. നമ്മുടെ ജീവൻ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, കർത്താവിൻ്റെ ഹിതമാണ്. കർത്താവേ, ഞാൻ അടിയൻ അങ്ങയുടെ സന്നിധിയിലെ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നാം പറയണം. അവിടെ നമുക്ക് ചിലപ്പോൾ ബന്ധങ്ങൾ തകർന്നു പോകാം. പലരും പറയാറുണ്ട്, ഞങ്ങളുടെ ബന്ധങ്ങൾ അറ്റുപോയി. ചേട്ടത്തിയും അനിയത്തിയും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. എങ്ങനെ ഉള്ള സമയങ്ങളിലൊക്കെ വലിയ വിഷമത ഉണ്ടാകാം. പ്രാർത്ഥനകൾ വൈകി, നമ്മൾ ആശിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കിട്ടാത്ത അനുഭവങ്ങളുണ്ടാകാം. ഞാൻ എത്ര പ്രാർത്ഥിച്ചു, യാതൊരു ഫലവുമില്ലെന്ന് തോന്നുന്ന അവസ്ഥയുണ്ടാകാം. പക്ഷേ ഇപ്രകാരമോ ഇതിലധികമോ ഉണ്ടാകാമാകുന്ന അവസ്ഥയിൽ നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കണം? ഇതൊക്കെ ആകാം. ഇതിനെക്കാട്ടിലൊക്കെ അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസം, ക്ലേശം, വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. പലവിധമായ പ്രശ്നങ്ങൾ, ആരോടും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനകൾ, പ്രയാസങ്ങൾ, മറ്റുള്ളവർ പുച്ഛിക്കുന്ന അനുഭവം ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിൽ നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ദൈവമേ, എന്തുകൊണ്ട് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു എന്നാണോ? ഈ ചോദ്യമാണോ നാം ദൈവത്തോട് ചോദിക്കേണ്ടത്? ദൈവമേ, എന്തുകൊണ്ട് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുന്നു? ഞാൻ എന്തു ചെയ്തു? അതോ എങ്കിലും ഞാൻ നിന്നിൽ സന്തോഷിക്കുമെന്ന് പറയുന്നു. ദൈവമേ, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നല്ലതായിട്ട് തോന്നുന്നില്ല എങ്കിൽ, പ്രതികൂല സാഹചര്യങ്ങളും എനിക്ക് അനുരൂപമായിട്ടൊന്നും വരുന്നില്ല എങ്കിലും, കർത്താവേ, എങ്കിലും ഞാൻ നിന്നിൽ സന്തോഷിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് നാം ഹബക്കൂക്ക് പറഞ്ഞത്. ഇന്നത്തെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, സാഹചര്യങ്ങൾ മാറാതെ സന്തോഷിക്കാൻ പഠിക്കുക. 3 കാര്യങ്ങൾ. ഒന്നെന്താണ്? സാഹചര്യങ്ങൾ മാറാതെ സന്തോഷിക്കാൻ പഠിക്കുക. ഏത് പ്രതികൂല സാഹചര്യങ്ങളും, ഏത് കഷ്ടതയും, ഏത് ഞെരുക്കവും, ഏതൊന്നുമില്ലായ്മയും വന്നാലും നമ്മൾ സന്തോഷിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ലാതെ ഫുട്പാത്തിൽ കിടക്കേണ്ടി വന്നാൽ ഞാൻ അവിടെ കിടക്കും. പക്ഷേ എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകത്തില്ല. കാര്യം ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ എൻ്റെ നാഥനും ഉണ്ട് എന്നുള്ള ആ ഒരു സത്യം എനിക്കറിയാം. അതുകൊണ്ട് സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നാലും സന്തോഷിക്കാൻ പഠിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഹബക്കൂക്ക് അതാണ് നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെ ആയിരിക്കാം, ഏത് പ്രതികൂല അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷേ സന്തോഷിക്കാൻ പഠിക്കുക, ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക. രണ്ടാമത്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, വസ്തുക്കളിലല്ല, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലല്ല. ഇന്ന് നമ്മൾ വായിച്ചു സങ്കീർത്തനത്തിൽ അവരെ മിഥ്യാമൂർത്തികൾ ആശ്രയിക്കുന്നവരുടെ അവസ്ഥ. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. എൻ്റെ ആശ്രയം യഹോവയിലത്രേ, എന്നെ കൈവിടാത്ത ഒരു ദൈവത്തിലത്രേ എന്ന് എപ്പോഴും പറയുക. എനിക്ക് ഈ കാണുന്നതിലൊന്നുമല്ല, ആ അദൃശ്യനായ ദൈവം എനിക്ക് തുണയായിട്ടുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം നാം പഠിക്കുക. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഹബക്കൂക്കിൻ്റെ പുസ്തകം. മൂന്നാമതായിട്ട് പറയുന്നത്, വിശ്വാസം ഒരു തീരുമാനമാണ്, ഒരു വികാരം മാത്രമല്ല. ഞാനത് പറഞ്ഞ വിശ്വാസം ഒരു തീരുമാനമാണ്. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നെങ്കിൽ അതൊരു തീരുമാനമാണ്, ഉറച്ചതാണ്, മാറ്റമില്ലാത്തതാണ്. അല്ലാത്തത് വിശ്വാസമല്ല. ഒരു പൂർണ്ണതയാ ഒരു തീരുമാനം. ഞാനൊരു ഡിസിഷൻ എടുത്തു, അതിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയില്ല എന്നുള്ള അതാണ് പൂർണ്ണ വിശ്വാസം. ദൈവത്തിൽ എൻ്റെ ആശ്രയമെങ്കിൽ ഞാനത് ഒരിക്കലും മാറ്റില്ല. എൻ്റെ ജീവിതം മുഴുവൻ ഇനി എന്തെല്ലാം നഷ്ടമായാലും ശരി, ഞാനതിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം. അതൊരു വികാരം കൊണ്ട് പറയുന്നതല്ല, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയല്ല. അതുകൊണ്ട് 3 കാര്യങ്ങൾ നമ്മൾ ഈ കാര്യങ്ങളെ ഹബക്കൂക്ക് പഠിപ്പിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ മാറാതെ സന്തോഷിക്കാൻ പഠിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, വസ്തുവകളിലല്ല, മനുഷ്യരിലല്ല. വിശ്വാസം ഒരു തീരുമാനമാണ്, ഒരു ഉറച്ച തീരുമാനം, മാറ്റമില്ലാത്ത തീരുമാനം. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അതൊരു വികാരമായിട്ട് കരുതരുത്. ഹബക്കൂക്ക് തൻ്റെ യാത്ര ആരംഭിച്ചത് സംശയത്തോടെയാണ്.
ഹബക്കൂക്ക് തൻ്റെ യാത്ര ആരംഭിച്ചത് സംശയത്തോടെയാണ്, പക്ഷേ അവസാനിച്ചതോ സ്തുതിയോടെ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ്. അതാണ് ഹബക്കൂക്കിൻ്റെ ജീവിതത്തിൽ വന്നത്. നമ്മുടെ ജീവിതം ആരംഭിച്ചു, നടന്നുകൊണ്ടിരിക്കുന്നു. നാം എന്ത് പഠിച്ചു? നാം എന്തിലേക്കാണ് പോകുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരണം. ഞാനും ഇന്നു മുതൽ എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കും, മറ്റൊന്നിലും ഞാൻ വയ്ക്കുകയില്ല. ഏതെല്ലാം ക്ലേശം വരട്ടെ, ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വരട്ടെ, ഇതൊന്നും എനിക്ക് അനുകൂലമല്ലെന്ന് തോന്നുമ്പോഴും ഏത് കാറ്റും അടിച്ചു കൊള്ളട്ടെ, ആ കാറ്റിനെയൊക്കെ തടയുവാൻ എന്നോട് കൂടെ ഒരുവൻ എൻ്റെ വോട്ടിലുണ്ട് എന്ന് ഉള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മുടെ ഉള്ളങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. ഇന്ന് നമ്മൾ ഏത് അവസ്ഥയിലായാലും നമ്മളെല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടാകാം. ജോലിയില്ല, കഷ്ടതയാണ്, വീട്ടിൽ പട്ടിണിയുണ്ട്, പ്രയാസമുണ്ട്, പലതും പലവിധ പ്രയാസങ്ങളിലൂടെയാണ്, ദൈവം ദൂരെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പല ചിന്താഗതികളിലൂടെ കടന്നു പോകുമ്പോൾ തിരുവചനത്തിൽ കൂടി നമ്മളോട് ദൈവം പറയുന്നത് ഇന്ന് തിരുവചനത്തിൽ കൂടി നമ്മളോട് ദൈവം പറയുന്നത് ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക, ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക. കാരണം നാം ആയിരിക്കുന്നത്, കാരണം എന്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കേണ്ടത്? കാരണം നാം ആയിരിക്കുന്നത് ആ ദൈവത്താൽ മാത്രമാണെന്ന് ഓർക്കുക. നാം ഈ ലോകത്തിൽ നിന്നായിരിക്കുന്നെങ്കിൽ അതിന് കാരണഭൂതൻ ദൈവം മാത്രമാണ്, മറ്റാരുമല്ല. അതുകൊണ്ട് പൂർണ്ണതയാ പറയാൻ സാധിക്കണം. എങ്കിലും, അതുകൊണ്ട് പറയണം, എങ്കിലും ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും. എല്ലാവർക്കും ഒന്ന് പറയാമോ? എങ്കിലും ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും. ഒന്ന് പറഞ്ഞ്, എങ്കിലും ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഇനി മേലിൽ എന്തെല്ലാം വന്നോട്ടെ, ഞാൻ പതറുകയില്ല, ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും, മറ്റൊന്നിലും എൻ്റെ സന്തോഷം ദൈവത്തിലാണ്. ഞാൻ സന്തോഷിച്ച് ആനന്ദിച്ച് പാട്ട് പാടിക്കൊണ്ട് കഴിയും. എൻ്റെ ഒരു ഓൺലൈനിൽ ഒരു ഇംഗ്ലീഷുകാരി പെൺകുട്ടി എനിക്കൊരിക്കൽ എഴുതി, എൻ്റെ വചനമൊക്കെ കേട്ടിട്ട് അവൾ എഴുതിയത് എനിക്ക്, എങ്കിൽ എൻ്റെ മമ്മി, ഞങ്ങൾ വളരെ പട്ടിണിയിലും പ്രയാസത്തിലുമായിരുന്നു, വളരെ ക്ലേശത്തിലായിരുന്നു. എൻ്റെ മമ്മി മാത്രമാണ് ഏൺ ചെയ്തുകൊണ്ടിരുന്നത്. എന്തുവാ, ചെറിയ അപ്പുറവും ഇപ്പുറവും ഒക്കെ വേല ചെയ്തിട്ട് പൈസ ഉണ്ടാകും. പക്ഷേ എൻ്റെ അമ്മ പാത്രം കഴുകുന്നിടത്ത് അടുക്കളയിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പാത്രം കഴുകും. എനിക്കാണെങ്കിൽ അമ്മയെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. ഈ അമ്മ വല്ലാത്തൊരമ്മയാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ വേണ്ട പോലൊന്നുമില്ല, വളരെ തുച്ഛമായ വരുമാനമാണ്, അതിലാണ് ഇവരെ പൊട്ടിപ്പുലർത്തുന്നത്. പക്ഷേ അത് പുള്ളിക്ക് അത്ര സഹിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടിക്ക് വളരെ വിഷമത്തോട് പലപ്പോഴും അമ്മയെ വളരെ വേദനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നോട് ആ പറഞ്ഞ സമയത്ത് എന്നോട് പറയാ, ഇന്ന് ഞാനൊരമ്മയാണ്, ഇന്ന് ഞാനൊരമ്മയാണ്, ഇന്നാണ് എനിക്ക് എൻ്റെ അമ്മയുടെ സന്തോഷത്തെപ്പറ്റി അറിയാൻ പറ്റിയത്. അവൾ ദൈവത്തിൽ ആനന്ദിച്ച് സന്തോഷിച്ചാണ് പാടിയത്. ജീവിത ക്ലേശങ്ങളുടെ നടുവിലും പാട്ട് പാടിക്കൊണ്ട് അവർ പാത്രം കഴുകി, പാട്ട് പാടിക്കൊണ്ട് ജീവിതം നയിച്ചു. ഇന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇന്ന് എനിക്ക് എൻ്റെ അമ്മയുടെ ആ സന്തോഷത്തെ, ആ വേദനയുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും എത്ര ആനന്ദത്തിലായിരുന്നു എൻ്റെ അമ്മയെന്ന് ഞാൻ ഇന്ന് അറിയുന്നു. കാര്യം അവൾക്കും മനസ്സിലായി, എത്ര അധ്വാനിച്ചാലും വരുമാനം വളരെ കുറവാണ്. ഇവക്കും അതേ സ്ഥിതിയാണെന്ന്. പക്ഷേ ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങിയപ്പോൾ, സന്തോഷിക്കാൻ തുടങ്ങിയപ്പോൾ, പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു അവാച്യമായ സന്തോഷം, അത് ഇന്ന് അവളും അനുഭവിക്കുന്നുവെന്ന് എനിക്ക് ഒരിക്കൽ എഴുതി എന്നോട് പറയുകയുണ്ടായി. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നാം സന്തോഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് അറിയാമോ? കർത്താവ് പറഞ്ഞു, നീ സന്തോഷിക്കണം. എന്തുകൊണ്ട് സന്തോഷിക്കണം? ലൂക്കോസിൻ്റെ സുവിശേഷം 10:20 ഒന്ന് വായിച്ചു നോക്കി. എന്തുകൊണ്ട് നാം സന്തോഷിക്കണം യുഗത്തിൽ? ലൂക്കോസ് 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ആമീൻ. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിന് അത്രേ സന്തോഷിപ്പീൻ. എന്നാൽ ഈ സന്തോഷം അങ്ങോട്ട് ചെന്നിട്ടാണോ സന്തോഷിക്കേണ്ടത്, അതോ ഇന്നാണോ? ഇന്നല്ല സന്തോഷിക്കേണ്ടത്. ഇന്ന് എനിക്ക് അറിയുവാനിടയായി, ഇന്ന് ഇപ്പം എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, അത് മാറ്റമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷിക്കുക. എനിക്ക് ആ സന്തോഷത്തിലേക്ക് എത്തണം. അതായിരിക്കണം എൻ്റെ ലക്ഷ്യബോധം. ഈയിടെ 85 വയസ്സുള്ള ഒരു കോഴഞ്ചേരിലൊരു അപ്പച്ചൻ എനിക്ക് എഴുതി ഈ കഴിഞ്ഞ ദിവസം. ഞാൻ ഏതാണ്ടൊക്കെ പോകാറായിരിക്കുകയാണ് ലോകത്തിൽ. അതുകൊണ്ട്
എനിക്കിപ്പോൾ ഞാൻ അയച്ച വചനത്തിൽ നിന്ന് പുള്ളി പറഞ്ഞത് ഞാനും അത് വിശ്വസിക്കുന്നു. നമുക്കൊരു നിത്യജീവനുണ്ട്, അത് ദൈവത്തിലാണ്, അത് നമ്മൾ പ്രാപിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്തുവാ, ഞാൻ അത് അടുത്ത് തന്നെ പ്രാപിക്കും. എൻ്റെ പ്രായവും എൻ്റെ അവസ്ഥയും അതാണ്. ഇന്ന് ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. ഇനി എന്നെ നോക്കാൻ ഒരു സ്ത്രീയെ വെച്ചിട്ടുണ്ട്, അവൾ മൊബൈലും നോക്കിയിരിക്കും, എനിക്ക് അന്നം പോലും തരാറില്ല. ഞാൻ വളരെ ഞുറുങ്ങിയാണെങ്കിലും എൻ്റെ ആശ, എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവിലാണെന്ന് എനിക്ക് എഴുതി കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനത്രേ സന്തോഷിക്കും, മറ്റൊന്നിലും വേണ്ട. നമ്മൾ ആ സന്തോഷത്തിലായിരിക്കും. ധനമുണ്ട്, സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, ഇതിലല്ല നമ്മുടെ സന്തോഷം വേണ്ടത്. നാം സന്തോഷിക്കേണ്ടത് ആരോട് വേണേലും പറയാം, ഞാൻ ഇന്ന് സന്തോഷിക്കുന്നത് എൻ്റെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ എന്ന് പറയുവാൻ മടി കാണിക്കരുത്. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ ഇന്നു മുതൽ. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ബൈബിൾ അനുസരിച്ച് എല്ലാം പ്രതികൂലമായാലും ദൈവത്തെ സ്നേഹിച്ച് ആന്തരിക സന്തോഷം അനുഭവിക്കുന്നതിൻ്റെ കാരണം, ആന്തരിക സന്തോഷം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതനുഭവിക്കുന്നതിൻ്റെ കാരണം ആത്മീയ വിശ്വാസത്തിലും ദൈവത്തിലുള്ള സ്നേഹത്തിലും സ്ഥിരതയുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഉള്ളങ്ങളിൽ ഒരു സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാകും എൻ്റെ വിശ്വാസവും ദൈവത്തിലുള്ള സ്നേഹവും അതിന് സ്ഥിരതയുണ്ട്, അസ്ഥിരതയുള്ളതല്ല. അതാണ് വേണ്ടത്. ദൈവവിശ്വാസവും സ്നേഹമുള്ളവർക്ക് ദുഃഖകാലങ്ങളിലും സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നത് ഏറ്റവും വലിയ ആശ്വാസമാണ്. ഏത് സാഹചര്യങ്ങളും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം കർത്താവിനോട് സ്നേഹവും വിശ്വസ്തതയുള്ളവരുമായി തീരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകൂ. കാരണം എന്താണെന്ന് അറിയുമോ? കാരണം ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമാണ്. ദൈവം നമ്മെ നിരന്തരം സ്നേഹിക്കുന്നു. മനുഷ്യൻ്റെ സംഘർഷങ്ങളെയും പരാജയങ്ങളുടെയും പശ്ചാത്തലത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല. നമ്മൾ എങ്ങോട്ടെല്ലാം പോക്കൂ, പക്ഷേ ഒരപ്പൻ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വരികയാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ആഴത്തിലുള്ള ശരിയായ ഉറപ്പ് കിട്ടും. യോനായുടെ ജീവിതത്തിൽ യോന ദൈവത്തെ വിട്ട് മാറി ഓടിപ്പോയപ്പോഴും ദൈവം അവനെ കരുതി. ഒരു മത്സ്യത്തെ വിട്ട് അവനെ കരയിലേക്ക് വീണ്ടും കൊണ്ടെത്തിച്ചു. വേണമെങ്കിൽ അവിടെ നശിച്ചു പോകാമായിരുന്നു യോനയ്ക്ക്. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം യോനായിൽ തന്നെയല്ല, ആ നിലവിലുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയുടെ അത് ചെയ്തു തീർക്കേണ്ടത് യോനയ്ക്ക് കടമയുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആഴത്തിലുള്ള ശരിയായ ഉറപ്പ് കിട്ടും. ഈ വിശ്വാസം നമ്മുടെ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹമാണ്, എന്നെ ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളങ്ങളിൽ സന്തോഷമുണ്ടാകും. രണ്ടാമത് വിശ്വാസത്തിൽ നിന്നുള്ള സമാധാനം പ്രാപിക്കാം. ദൈവത്തിലുള്ള ആത്മവിശ്വാസം മനുഷ്യനെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നു. അതാണ് യാഥാർത്ഥ്യം. ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, ക്ലേശങ്ങൾ വന്നാലും നമുക്ക് സന്തോഷമുണ്ടാകും. എൻ്റെ വല്യപ്പച്ചൻ 28-ാമത്തെ വയസ്സ് മരിച്ചു. എൻ്റെ വല്യമ്മച്ചി പറഞ്ഞു 28-ാമത്തെ വയസ്സിൽ. അന്ന് വല്യമ്മച്ചിക്ക് 23 വയസ്സ്. 7 മക്കൾ. ഇളയ മകന് 3 മാസം 4 മാസമേ ഉള്ളൂ. അപ്പച്ചൻ മരണക്കടകയിലിരിക്കുമ്പോൾ എൻ്റെ വല്യമ്മച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കടന്നു പോവുകയാണ്. 28 വയസ്സേ ഉള്ളൂ. പറഞ്ഞു, ഞാൻ കടന്നു പോവുകയാണ്, നീ അധൈര്യപ്പെടണ്ട, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, ദൈവം കരുതും. എൻ്റെ വല്യമ്മച്ചി പറഞ്ഞ് എൻ്റെ ജീവിതകാലം മുഴുവൻ വായമായപ്പോഴും പറഞ്ഞ്, മോനെ, ഒരു കാര്യം എനിക്കറിയാം, സ്വന്തം കയ്യെ തൻ്റെ തലയ്ക്ക് താങ്ങാവൂ. അതുപോലെ ദൈവത്തിലുള്ള ആശ്രയം മാത്രമേ നമ്മളെ നയിക്കുകയുള്ളൂ. ആരും നിനക്ക് സഹായമായി വരത്തില്ല. 84 വയസ്സായപ്പോഴും എന്നോട് പറഞ്ഞത് എന്താണ്? ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെയും വളരെ പ്രതികൂലമായിരുന്നപ്പോഴും എനിക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ വാക്ക്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, മറ്റൊന്നും നിനക്ക് താങ്ങായി വരില്ല എന്ന്. അതെനിക്ക് ഗുണമായി തീർന്നു. ആ ഒരു വിശ്വാസത്തിലാണ് എൻ്റെ വല്യമ്മച്ചി ജീവിച്ചത്. അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും, പ്രയാസങ്ങൾ വന്നാലും, ക്ലേശങ്ങൾ വന്നപ്പോഴും എല്ലാം സഹിക്കുവാനുള്ള ശക്തി, ആത്മധൈര്യം വല്യമ്മച്ചിക്കുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ്. പതറിപ്പോകത്തില്ല. മൂന്നാമതായിട്ട് ദൈവകൃപയും കരുണയും നമ്മൾക്കുണ്ട്. വിശ്വസിക്കുക, ദൈവം മനുഷ്യരെ സമീപിക്കുന്നത് കാരുണ്യത്തോടും കൃപയോടുമാണ്. അത് മനസ്സിനെ ഉയർത്തുകയും ജീവിതത്തെ ഉല്ലാസകരമാക്കുകയും ചെയ്യും.
കാര്യം നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ദൈവം, നമ്മൾ ആരെന്നറിയുന്നവനായ ദൈവം നമ്മളിലേക്ക് അടുത്തു വരുന്നത് ആ സ്നേഹത്തോടാണ്. അതെ, നമ്മൾക്കും വിശ്വാസത്തോടു കൂടി ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനും പറയുവാനും കഴിയണം. എങ്ങനെയാണ് പറയുന്നത്? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇത് നമുക്ക് പറയാൻ കഴിയണം. ഞാൻ എങ്ങനെയെല്ലാമായിരുന്നാലും, ഞാൻ ഈ കഴിഞ്ഞ ഇന്നലത്തെ കാര്യമാണ് ഇത്, ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇത് വന്ന് എഴുതിയത്. ഇവിടെ എൻ്റെ ഉള്ളിൽ വന്നു, എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും എന്നെ പിന്തുടരുന്നത്, ഞാൻ എന്ത് പ്രാപിക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു വാക്യാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ ഒരു വാക്യം എൻ്റെ ഉള്ളങ്ങളിൽ വന്ന് ഞാൻ പെട്ടെന്ന് വന്ന് എഴുതി വെച്ചു. കാരണം വഴിയിൽ പോകുമ്പോൾ ഞാൻ ചിന്തിച്ചത് അതാണ്, എന്താണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ അവസ്ഥ, നമ്മൾ എന്താണ് പ്രാപിക്കാൻ പോകുന്നത്. ഹബക്കൂക്ക് ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ പഠിച്ച ഒരു കാര്യമുണ്ട്. ഹബക്കൂക്ക് ദൈവവുമായിട്ട് ഉള്ള സംഭാഷണത്തിൽ പഠിച്ച ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ പരിതസ്ഥിതികളെ കണക്കാക്കാതെ, സാഹചര്യങ്ങളെ കണക്കാക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ വഴിയിൽ വിശ്വാസത്താൽ വിശ്വസ്തയോട് ജീവിക്കുകയും വേണമെന്ന സത്യം ആണ് ഹബക്കൂക്ക് പഠിച്ചത്. എന്താണ്? ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതികളെ കണക്കാക്കാതെ, അതേതെങ്കിലുമാകാം, പ്രതികൂലമാകാം അനുകൂലമാകാം, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ വിശ്വാസത്താൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുകയും വേണമെന്ന സത്യം ഹബക്കൂക്ക് തൻ്റെ ജീവിതത്തിൽ പഠിച്ചു. അത് നമ്മൾക്കായിട്ട് എഴുതി വെച്ചു. ദൈവത്തെ വിശ്വസിച്ച് സ്നേഹിക്കുന്നത് നമ്മുടെ മനസ്സിന് ഒരു തരത്തിലുള്ള ഉറപ്പും സമാധാനവും നൽകും. ലോകത്തുള്ള പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കും മീതെയായുള്ള സന്തോഷം ആന്തരികമായി ദൈവത്തിൻ്റെ കൃപയാൽ പ്രാർത്ഥനയിൽ അവൻ്റെ സ്നേഹത്തിൽ നിന്നുമാണ് നമുക്ക് പ്രാപ്യമാകുന്നത്. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പറഞ്ഞ എല്ലാം പ്രതികൂലമായാലും ഞാനും ദൈവത്തെ സ്നേഹിക്കുകയും ആത്മാവിൻ്റെ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നുവെന്ന്. കാരണം ഈ ഒരു ചിന്ത നമ്മളിലും ഉളവാകണം. ഹബക്കൂക്കിൻ്റെ വാക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലം ഈ വരും ദിവസങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഒന്ന് ശോധന കഴിക്കുകയാണ്. നാം എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും, എന്ത് കഷ്ടതകൾ വന്നാലും അയ്യം വിളിക്കുന്നവരായിട്ടില്ല, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും ദൈവഗീതാനുസരണം ജീവിക്കുകയും ഒരു നിത്യപ്രത്യാശ നമുക്ക് ഉണ്ട് എന്ന് ഉള്ള ആ പൂർണ്ണമായ ബോധ്യത്തോടുകൂടി നമ്മളായിരിക്കുകയും ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സാഹചര്യങ്ങൾ മാറാതെ ഇരിക്കുമ്പോഴും നിന്നിൽ സന്തോഷിപ്പാൻ അടിയങ്ങളെ പഠിപ്പിക്കണം. ഹബക്കൂക്കിനെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി നൽകണമേ. അവിടുത്തെ കൃപയും സമാധാനവും സന്തോഷവും കരുണയും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതകാലത്തിൻ്റെ അന്ത്യം വരെയും അനന്തമായ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. തിരുവചന സത്യം ഞങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാനും തക്കവണ്ണം കൃപയേകണമേ. അടിയങ്ങൾ പ്രാർത്ഥനയും കേട്ടതിനാൽ സ്തോത്രം. അൻപുള്ള യേശുവിന്റെ വിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.